മൈതാനത്ത് മിന്നൽ പിണർ തീർക്കുന്ന ബാറ്റിംഗ് വെടിക്കെട്ട്, അപ്രതീക്ഷിത നേരത്ത് വമ്പന്മാരെ കടപുഴകുന്ന ചടുലമായ ബൗളിംഗ്, മൈതാനത്ത് കോട്ടകെട്ടി പാറിപ്പറക്കുന്ന ഫീൽഡിംഗ് മികവ്, സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിലേക്ക് മഹേന്ദ്ര സിംഗ് ധോണി എന്ന തലയുടെ സിക്സർ പറക്കുമ്പോൾ രവിശാസ്ത്രിയുടെ കമന്ററി ബോക്സിലെ പ്രകടനം. IPL മത്സരം എന്ന് കേൾക്കുമ്പോൾ ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങൾ ഇവയൊക്കെയാവും. ഈ തിളക്കമുള്ള കാഴ്ചകളിൽ ഭ്രമിച്ചു പോകുന്ന ആരാധകരിൽ പലരും അറിയാത്ത ഒട്ടേറെ കഥകൾ ക്രിക്കറ്റ് ലോകത്തുണ്ട്. ഈ വലിയ വേദികളിലെത്താൻ പല താരങ്ങളും ഒഴുക്കിയ വിയർപ്പിന്റെയും താണ്ടിയ കനൽ വഴികളുടെയും കഥകളിൽ പലതും കണ്ണീരിൽ കുതിർന്നവയാണ്. IPL മത്സരവേദികളിൽ വാണവരും വീണവരുമായ ഒട്ടേറെ താരങ്ങളുണ്ട്. കനൽ വഴികൾ താണ്ടി തളരാത്ത പോരാട്ടത്തിൻ്റെയും മനക്കരുത്തിൻ്റെയും പ്രതീകമായ പ്രവീൺ താംബയുടെ ജീവിതം നമ്മെ ചിലത് പഠിപ്പിക്കുന്നു. തൻ്റെ 20-ാം വയസ്സ് മുതൽ മുംബൈയുടെ മൈതാനങ്ങളിൽ അയാൾ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഒരിക്കലും ഒരവസരവും അയാളെ തേടി വന്നില്ല. വിട്ടുകൊടുക്കാൻ അയാൾക്ക് മടിയായിരുന്നു. ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത സ്നേഹം അയാളെ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാൻ പ്രേരിപ്പിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഒന്നും രണ്ടുമല്ല, 20 വർഷങ്ങൾ. അന്നും അയാൾ മുമ്പേ ലോക്കൽ ക്രിക്കറ്റിലെ ഒരു സാധാരണ ബൗളർ. ഒടുവിൽ അയാൾ രാജസ്ഥാൻ റോയൽസിന്റെ സെലക്ഷൻ ക്യാമ്പിലേക്ക് വണ്ടി കയറി. രാഹുൽ ദ്രാവിഡ് ആയിരുന്നു അന്ന് രാജസ്ഥാൻ കോച്ച്. അതെ, എന്നും യുവാക്കളെ മാത്രം വാർത്തെടുക്കാൻ മുന്നിട്ട് നിന്ന അതേ റോയൽസിന്റെ സെലക്ഷൻ ക്യാമ്പിലേക്ക് ഒരു 40-കാരൻ അയാളെ ദ്രാവിഡ് രാജസ്ഥാൻ സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുത്തു. പല രാജസ്ഥാൻ പ്ലേയേഴ്സും ചോദിച്ചു, ആരാണ് നെറ്റിൽ ബൗൾ ചെയ്യുന്ന ആ അങ്കിൾ? 40-കാരൻ്റെ രൂപവും 20-കാരൻ്റെ ചുറുചുറുക്കുമുള്ള പ്രവീൺ താംബെ. ഒരു ദിവസം ദ്രാവിഡിനൊരു കോളെത്തി. രാജസ്ഥാൻ റോയൽ CEO ആയിരുന്നു അത്. അയാൾ ദ്രാവിഡിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? എന്നും യുവാക്കളെ മാത്രം വാർത്തെടുക്കാൻ ശ്രമിച്ച ഈ ടീമിൽ എന്തിനാണ് ഒരു 40-കാരൻ? ദ്രാവിഡ് പറഞ്ഞു, ആ 40-കാരനിൽ അടങ്ങാത്തൊരു ആവേശമുണ്ട്, അതെനിക്ക് ആവശ്യമുണ്ട്. ടീമിൽ സെലക്ട് ആയെങ്കിലും മത്സരങ്ങൾ ഒന്നുപോലും കളിക്കാൻ കഴിയാതെ അയാൾ ഡക്ക് ഔട്ടിൽ അവസരം കാത്തിരുന്നു. അപ്പോഴും ദ്രാവിഡ് കണ്ടത് മറ്റ് പ്ലേയേഴ്സിനോട് സംശയം ചോദിച്ചും എല്ലാ പ്രാക്ടീസ് സെക്ഷനുകളിലും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രവീൺ താംബെയാണ്. ഒടുവിൽ അയാളെ തേടി അവസരം വന്നെത്തി. 2013 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഡൽഹി ഡെയർ ഡെവിൾസിനെതിരെ രാജസ്ഥാൻ റോയൽസിനായി കളിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ ക്രിക്കറ്റിലെ അരങ്ങേറ്റം, ഒപ്പം T20 അരങ്ങേറ്റവും നടത്തി. ആ മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചു. തൻ്റെ ആദ്യ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തു. മാൻ ഓഫ് ദി മാച്ച് ട്രോഫിയുമായി അയാൾ ദ്രാവിഡിന്റെ മുറിയിലെത്തി. ദ്രാവിഡിന്റെ മുന്നിലെത്തി പൊട്ടിക്കരഞ്ഞു. പരാജയങ്ങളിൽ തളരാതെ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഒരു നാൾ വിജയം തേടിയെത്തുമെന്ന് പ്രായത്തോട് മല്ലിട്ട് വിജയം നേടിയ പ്രവീൺ താംബെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.